ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെതിരെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യം. അതേസമയം ആശാവർക്കർമാരോട് സർക്കാർ കാണിക്കുന്നത് മുഷ്കെന്ന് സംവിധായകനും അഭിനേതാവുമായ ജോയ് മാത്യു പറഞ്ഞു. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയിലായിരുന്നു സർക്കാരിന് രൂക്ഷ വിമർശനം. ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ച് സമരത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ വിമർശിച്ചു. ആശമാരെ അധിക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുതെന്നും വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ പരിപാലനത്തിനും ആരോഗ്യ വർധനയ്ക്കും സംഭാവന ചെയ്ത ഒരു മഹാസമൂഹം എന്ന നിലയിൽ ആശാവർക്കർമാർ നമ്മുടെ സഹതാപമല്ല, നമ്മുടെ ബഹുമാനവും നമ്മുടെ വലിയ രീതിയിലുള്ള പരിഗണനയും അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് ജനാധിപത്യ ഗവൺമെന്റും ചെയ്യേണ്ടതുപോലെ, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ചും ചെയ്യേണ്ടതുപോലെ ഈ തൊഴിലാളികളെ അധിക്ഷേപിക്കുകയോ അവരെ പരുഷമായ പുരുഷ ഭാഷയിൽ ശകാരിക്കുകയോ അവർ ഒരു ന്യൂനപക്ഷമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ അപഹസിക്കുകയോ അല്ലാതെ അവരെ യഥാർത്ഥമായ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്. ആശമാരോട് സർക്കാർ കാണിക്കുന്നത് മുഷ്കാണെന്നും സംവിധായകനും അഭിനേതാവുമായ ജോയ് മാത്യു. ഗവൺമെന്റിന്റെ ഇടതുപക്ഷമെന്ന് പറയുന്ന, ഞാൻ വീണ്ടും പറയുന്നു, ഇടതുപക്ഷമെന്ന് പറയപ്പെടുന്ന ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിസ്സഹകരണം, ഈ ഒരു സമരത്തെ കണ്ടില്ലെന്ന് നടിക്കൽ, ഇതിനോടുള്ള അവഗണന, ഇതിനോടുള്ള പുച്ഛം, പരിഹാസം, സ്ത്രീകളോടുള്ള അവഗണന, ഇതിലൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ട ഈ ഒരു സമരം നടത്തുന്ന ഈ ഒരു ജനസഭ എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഈ പുതിയ സമര മോഡലിന്, ഈ ജനസഭ എന്നൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആശാവർക്കർമാരുടെ സമരം 1.5 മാസം പിന്നിടുമ്പോഴാണ് ജനകീയ സഭ സംഘടിപ്പിച്ചത്. സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപന്തലിലെത്തി. ജനം, തിരുവനന്തപുരം.